പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് പുൽക്കൂട്ടിൽ പിറന്ന ഈശോയോട് ചേർന്ന് ഹാപ്പി ക്രിസ്മസ്. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുമ്പോൾ സർവ്വ അനുഗ്രഹങ്ങളും സർവ സന്തോഷവും സ്വർഗീയമായ ആനന്ദവും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛനാത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ക്രിസ്മസ് അനുഗ്രഹത്തിൻ്റെ തിരുനാളാണെന്നേ. അനുഗ്രഹം നോക്കി, ദൈവം ഭൂമിയിൽ അവതരിച്ച തിരുനാളാ. വചനമുണ്ടല്ലോ, 1 യോഹന്നാൻ 4:19, ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചത്. എങ്ങനെയാ? ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നില്ലേ? ക്രിസ്മസിന് ഈശോ ദൈവമായിരുന്നിട്ടും വചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ, തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യന്റെ സാദൃശ്യത്തിലായിത്തീർന്നു. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ച ദിനമായെന്ന് യോഹന്നാൻ 3:16, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഭൂമിക്ക് കിട്ടിയ ദിനമായെന്ന്. അന്ധകാരത്തിൽ കടന്നിരുന്ന ജനം വലിയ പ്രകാശം കണ്ടു. പിന്നെ 1 യോഹന്നാൻ 3:8, പിശാചുക്കളുടെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ ആഗതനായത്. സാത്താനെ തകർക്കാൻ, പാപത്തിൽ നമ്മളെ മോചിപ്പിക്കാൻ, സർവ്വ അനുഗ്രഹങ്ങളും വിടുതലും തരാൻ ഈശോ ഇന്ന് നമുക്ക് വേണ്ടി ഭുജാതനായിരിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് രോഗികൾക്ക് എല്ലാ സൗഖ്യവും നൽകുന്നു, ബന്ധിതർക്ക് വിടുതലും നൽകുന്നു, പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ സ്വർഗീയ മക്കളാക്കി നമ്മളെ ഓരോരുത്തരെയും മാറ്റുകയാണ്. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ അനുഗ്രഹത്തിൻ്റെ ക്രിസ്മസ് ദിനത്തിൽ ഒരിക്കൽ കൂടി സർവ്വ അനുഗ്രഹങ്ങളും ദിവ്യകാരുണ്യനാഥൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഹാപ്പി ക്രിസ്മസ്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.